ഓം ശാന്തി. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിയില്ല എന്നുള്ളതല്ല പ്രശ്നം. വാസ്തവം പറഞ്ഞാൽ പലപ്പോഴും ലക്ഷ്യം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ലക്ഷ്യമില്ലാത്തൊരു ജീവിതം അത് എപ്പോഴും നമുക്ക് സഫലതയിലേക്ക് എത്താൻ, സന്തോഷത്തോടു കൂടി ഒരു വിജയത്തിലെത്താൻ സാധിക്കാത്തതായി മാറും. സ്വപ്നം അത് ജീവിതത്തിൻ്റെ ശക്തിയാണ്. സ്വപ്നം കാണുന്നത് ഇന്നത്തെ സ്വപ്നം നാളേക്ക് വലിയൊരു വടവൃക്ഷമായി കൊണ്ട് നമുക്കൊരുപാട് പഴങ്ങൾ തരുന്ന ഒന്നായി മാറും. അതുകൊണ്ട് സ്വപ്നം നമ്മൾ കണ്ടേ പറ്റൂ. പക്ഷേ ലക്ഷ്യമില്ലാത്ത സ്വപ്നം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടിത്തരില്ല. സ്വപ്നത്തിൻ്റെ സാഫല്യം വരുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വപ്നം കാണുമ്പോഴാണ്. വെറും ദിവാസ്വപ്നം കണ്ടാൽ പോരാ. കാണുന്ന സ്വപ്നത്തിനു വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്താണോ നമ്മുടെ സ്വപ്നം അതിനു വേണ്ട ലക്ഷ്യം കൂടി തയ്യാറാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിൽ സ്വപ്നത്തിനെ മിക്സാക്കിക്കൊണ്ട് ലക്ഷ്യത്തോടു കൂടി ഒരു സ്വപ്നത്തെ കണ്ടുകൊണ്ട് അതെപ്പോഴും നമ്മൾ ജീവനോടെ കാണുകയാണെങ്കിൽ അതിലേക്ക് നമ്മുടെ യാത്ര സുഗമമായി തീരും. വളരെ വേഗം സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യും. ജീവിക്കാൻ ശ്വാസം എത്ര അത്യാവശ്യമാണോ അതേപോലെ സഫലതയ്ക്ക് ലക്ഷ്യം അത്രയും ആവശ്യമാണ്. സഫലത നേടാനുള്ള യാത്രയിലെ ശ്വാസമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിത ലക്ഷ്യത്തിന് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? ലക്ഷ്യത്തിന് തയ്യാറാക്കി അതിലേക്കാണോ എൻ്റെ യാത്ര? നമ്മൾ നമ്മളോട് ചോദിക്കണം. ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നേടിയെടുക്കാൻ നമുക്ക് ലക്ഷ്യം ആവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയാൽ ടിക്കറ്റ് എടുക്കണമെങ്കിലും ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്ന ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ആ ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ടിക്കറ്റ് നമുക്ക് കിട്ടൂ, ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി എന്ന് വിചാരിക്കൂ, ആഹാരം കഴിക്കാൻ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. എന്താണ് ഞാൻ കഴിക്കേണ്ടത് എന്നെൻ്റെ തീരുമാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാനൊരു ലക്ഷ്യം എനിക്ക് വേണം, എങ്കിലേ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ പോയി ഇരുന്നത് കൊണ്ട് നമുക്ക് ആഹാരം കിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു തുണി ഷോപ്പിൽ കയറി അവിടെ നമുക്കൊരു ഡ്രസ്സ് എടുക്കണം. അവിടെ ചെല്ലുമ്പോഴും അയാളും ചോദിക്കുക എന്തായിരിക്കും, നിങ്ങളുടെ എത്ര റേഞ്ചിലുള്ള ഡ്രസ്സാണ് വേണ്ടത്, എങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമുക്ക് ലക്ഷ്യം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സഹജമായി കൊണ്ട കാര്യം വിജയം വരിച്ചു കൊണ്ടെത്താൻ സാധിക്കൂ. സപ്പോസ് ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ് ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതം സാധാരണ വെള്ളത്തിൽപ്പെട്ട കരിയില പോലെയായിരിക്കും. ഒരു ഒഴുക്കിൽപ്പെട്ട കരിയിലയ്ക്ക് അതിൻ്റെതായ ലക്ഷ്യമൊന്നുമില്ല. വെള്ളം എവിടേക്കാണ് ഒഴുക്കുന്നത് അതിൻ്റെ ഒപ്പം കരിയില ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ ജീവിതയാത്രയിലും ലക്ഷ്യം നമ്മൾ ഉറപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങോട്ടെല്ലാമോ ഒഴുകിപ്പോകും. ജീവിതയാത്രയിൽ സ്വപ്നം എന്ന അമ്പിൽ ലക്ഷ്യമെന്ന വില്ല് വയ്ക്കുകയാണെങ്കിൽ എത്രയും വേഗം നമുക്ക് സഫലതയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലാണ് പോകേണ്ടത്, അത് നമ്മൾ സ്വയം തീരുമാനിക്കണം. മറ്റാർക്കും തീരുമാനിക്കാൻ സാധ്യമല്ല. ലക്ഷ്യം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. വലിയ വലിയ സ്വപ്നങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ലക്ഷ്യം ഞാൻ നിശ്ചയിക്കുന്നില്ല എങ്കിൽ സ്വപ്നം നേടാൻ വേണ്ടി ജീവിതം മുഴുവൻ ജീവിച്ചാലും അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗാർഡ് സെഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കട്ടെ. നല്ല വണ്ടിയാണ്, നമ്മുടെ പവർഫുള്ളായ എൻജിനാണ്, ഏതവസ്ഥയിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കും. നല്ല സൂപ്പർ ഡ്രൈവിംഗ് ആണ്, നമുക്ക് സ്കില്ല് വളരെയധികം ഉണ്ട്. പക്ഷേ മൂടൽ മഞ്ഞുകൊണ്ട് കണ്ണ് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ വണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇതേപോലെ തന്നെ ജീവിത ലക്ഷ്യം നമുക്ക് ഉറപ്പല്ല എങ്കിൽ മൂടൽമഞ്ഞ് മൂടിയ റോഡ് പോലെയായിരിക്കും ആ ലക്ഷ്യത്തിൻ്റെ അക്കരെ എത്തുക എന്നുള്ളത്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് പ്രയാസമായി തോന്നും. ലക്ഷ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അലയേണ്ടി വരില്ല. പലരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്, ജീവിതത്തിൽ എല്ലാവരും സഫലതയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നു. ചിലർ വളരെ കുറച്ച് പരിശ്രമം കൊണ്ട് തന്നെ വളരെ ഉയർന്ന അവസ്ഥയിൽ കുറച്ച് സമയം കൊണ്ട് എത്തിച്ചേരുന്നു. മറ്റു ചിലർ ഒരുപാട് അധ്വാനിക്കുന്നുവെങ്കിൽ പോലും അവർക്ക് ആ സഫലത കിട്ടുന്നില്ല. എന്താണിതിന് കാരണം? ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ MBA സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നടത്തിയ ഒരു സർവേ, അതിലൂടെയുള്ളൊരു പഠനം ഇതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്.
അവിടെ MBA ഗ്രാജുവേറ്റ്സ് ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന്. അതിൽ കേവലം 3% വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യം വളരെ സ്പഷ്ടമായിരുന്നു. പേപ്പറിൽ കൃത്യമായി എഴുതി തയ്യാറാക്കിയ ലക്ഷ്യത്തോടെ സ്പഷ്ടമായി അവർക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 13% വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യം സ്പഷ്ടമായിരുന്നു, പക്ഷേ അവർ പേപ്പറിലൊന്നും എഴുതി തയ്യാറാക്കിയിട്ടില്ലായിരുന്നു. ബാക്കി ശേഷിച്ചിരുന്ന 84% വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പ്രത്യേക ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായി പഠിക്കണം, കിട്ടുന്നൊരു ജോലിയിൽ ഉയർന്നൊരു അവസ്ഥയിലെത്തണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 വർഷ ശേഷം വീണ്ടും ഇതേ വിദ്യാർത്ഥികളെ ഈ ഗവേഷകൻ സമീപിച്ചു നോക്കിയപ്പോൾ 3% വിദ്യാർത്ഥികളെന്ന് പറയുന്നത് കൃത്യമായി സ്പഷ്ടമായി ലക്ഷ്യത്തെ പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ വിദ്യാർത്ഥികളുടെ വരുമാനം മറ്റു ശേഷിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ 10 ഇരട്ടി കൂടുതലായിരുന്നു. 13% വിദ്യാർത്ഥികളെന്ന് പറയുന്നവർ അവർക്ക് സ്പഷ്ടമായിരുന്നു, പക്ഷേ എഴുതി തയ്യാറാക്കിയില്ലായിരുന്നു. അവരുടെ വരുമാനം മറ്റുള്ളവരിൽ നിന്ന് 2 ഇരട്ടി ഉണ്ടായിരുന്നു. അതേസമയം 84% വിദ്യാർത്ഥികളുടെ വരുമാനം എന്ന് പറയുന്നത് സാധാരണയായിരുന്നു. അപ്പോൾ ആർക്കാണോ സ്പഷ്ടമായ ഒരു തീരുമാനമുള്ളത്, സ്പഷ്ടമായ ലക്ഷ്യമുള്ളത്, അവരുടെ ജീവിതത്തിലെ വിജയം മറ്റുള്ളവരെക്കാൾ വളരെ ഉയർന്നതായിരിക്കും. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും തോൽക്കാൻ വിടില്ല, അഥവാ നമ്മൾ തോൽക്കില്ല. ലക്ഷ്യം ക്ലിയർ ആണോ, വിജയം നമുക്ക് സുനിശ്ചിതമാണ്. 1952 ജൂലൈ 4 തീയതി ഫ്ലോറൻസ് ഷാഡ്വിക് എന്ന് പറയുന്ന നീന്തൽക്കാരി, അവർ ഓൾറെഡി അമേരിക്കൻ ചാനൽ നീന്തി കടന്നിരുന്നു. ആദ്യമായി കാത്തലീന ചാനൽ നീന്തി കടക്കുന്ന വനിത എന്ന സ്ഥാനം കൂടി അവർക്ക് കിട്ടുമായിരുന്നു. അവർ നീന്താൻ വേണ്ടി തയ്യാറായി. എല്ലുകളെ തുളയ്ക്കുന്ന തണുപ്പാണ്. വെള്ളത്തിലാണെങ്കിൽ ജീവൻ്റെ അപായം വരുന്ന രീതിയിലുള്ള മത്സ്യങ്ങളും സ്രാവുകളും, കടുത്ത തണുപ്പ്. ഇതിൻ്റെ ഇടയിലൂടെ ഷാഡ്വിക് നീന്താൻ തുടങ്ങി. ഈ മത്സ്യങ്ങളോ അല്ലെങ്കിൽ കടുത്ത തണുപ്പോ അവർക്കൊരു കാര്യമായിരുന്നില്ല. അവർ നീന്തി, നിരന്തരം നീന്തി ലക്ഷ്യത്തിൻ്റെ അടുത്തെത്താറായി. ഇടയ്ക്കിടയ്ക്ക് അവർ പൊന്തി നോക്കുമായിരുന്നു തൻ്റെ ഗ്ലാസ്സിലൂടെ, ലക്ഷ്യം കാണാറായോ, കരയെത്താറായോ. അവരെപ്പോൾ നോക്കുമ്പോഴും കടുത്ത മൂടൽമഞ്ഞ് മാത്രമായിരുന്നു. അവസാനം നീന്തി നീന്തി തളർന്നു. എപ്പോൾ നോക്കുമ്പോഴും ലക്ഷ്യം കാണുന്നില്ല. അവർ നിശ്ചയിച്ചു, മതി, ഇനി എന്നെ കൊണ്ടുവയ്യ. കോച്ച് പറഞ്ഞു, കൂടെയുള്ളവർ പറഞ്ഞു, കുറച്ചുകൂടി നീന്തിക്കോളൂ, അടുത്തെത്താറായി, നീന്തിക്കോളൂ. പക്ഷേ അവർ നോക്കുമ്പോൾ അവർക്ക് മൂടൽമഞ്ഞ് മാത്രമായിരുന്നു കണ്ടിരുന്നത്. അവർ എന്നെക്കൊണ്ട് ഇനി ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീന്തൽ നിർത്തി പുറത്തു കടന്നു. അതിനുശേഷം അവർ വേദനയോടെ സങ്കടത്തോടു കൂടി പറഞ്ഞു, അവരവരുടെ അമ്മയോട് ഷെയർ ചെയ്യേണ്ടായി, ഇത് 1/2 മൈൽ ദൂരം കൂടി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും ഈ എൻ്റെ നീന്തൽ നീന്തി എത്തുമായിരുന്നു. അന്ന് ലക്ഷ്യം ക്ലിയർ അല്ലാത്തതുകൊണ്ട്, ആ കര മൂടൽമഞ്ഞ് കൊണ്ട് മൂടിയതുകൊണ്ട് അവരവരുടെ നീന്തൽ നിർത്തി പിന്മാറി. പക്ഷേ അവർ പിന്മാറിയില്ല. വീണ്ടും 2 മാസം ശേഷം അവർ വീണ്ടും തിരിച്ചു വന്നു. അതേ എല്ല് തുളയ്ക്കുന്ന തണുപ്പ്, അതേ സാഹചര്യങ്ങൾ, മനുഷ്യനെ ഭക്ഷിക്കുന്ന അതേ മത്സ്യങ്ങളും സ്രാവുകളും, ആ തണുപ്പാർന്ന അന്തരീക്ഷത്തിലൂടെ തന്നെ കാത്തലീന ചാനലിനെ അവർ നീന്തി അക്കരയെത്തി. ഈ പ്രാവശ്യം പുരുഷന്മാരുടെ റെക്കോർഡിനെ പോലും മറികടന്നുകൊണ്ടാണ് ഷാഡ്വിക് തൻ്റെ ലക്ഷ്യത്തെ സ്വന്തമാക്കിയത്. അവർ പറയേണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം കര കാണുമായിരുന്നുവെങ്കിൽ, ലക്ഷ്യം എനിക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്തായാലും നീന്തി എത്തുമായിരുന്നു. അപ്പോൾ ലക്ഷ്യം നമുക്ക് എപ്പോൾ കാണാൻ സാധിക്കുന്നോ അതോടുകൂടി നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്തു വലിയ തടസ്സങ്ങളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ലക്ഷ്യമുണ്ടോ, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അലയേണ്ടി വരില്ല. ഒരു പ്രാവശ്യം ഒരു ഗ്രാമത്തിൽ 3 കൂടിയ വഴിയിൽ ഒരു യാത്രക്കാരൻ എത്തിച്ചേർന്നു. ആ യാത്രക്കാരൻ ഒരു ഗ്രാമീണനോട് ചോദിച്ചു, ഈ വഴിയിലൂടെ ഞാൻ പോയാൽ ഞാൻ എവിടെ എത്തിച്ചേരും? ഗ്രാമീണൻ ചോദിച്ചു, അല്ല, താങ്കൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? അതെനിക്കറിയില്ല. ഗ്രാമീണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാൽ എന്താ, നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിച്ചേരുമല്ലോ. ശരിയാണ്, ഏതെങ്കിലും വഴിയിലൂടെ പോയാൽ അത് എവിടെയെങ്കിലും നമ്മളെ എത്തിച്ചിരിക്കും. എല്ലാ വഴികളും ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പലവരും ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തു എവിടെയൊക്കെയോ എത്തിച്ചേർന്നു. പക്ഷേ അത് ചില സമയത്ത്
നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യാത്തൊരു ഏരിയയിലായിരിക്കും എത്തിച്ചേരാം. പലരുടെ ജീവിതങ്ങളും അങ്ങനെ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തുകൊണ്ട് ഇന്ന് പിന്തിരിഞ്ഞു പോരാൻ പറ്റാത്ത രീതിയിൽ, ഇഷ്ടപ്പെടാത്ത രീതിയിൽ എത്തിച്ചേർന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിനെ വിജയത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ആഗ്രഹിക്കും പോലെ എത്തിച്ചേരണമെങ്കിൽ ലക്ഷ്യം ആവശ്യമാണ്. തീരുമാനം നമ്മുടേതാണ്, ജീവിതം നമ്മുടേതാണ്. വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലൊഴുകുന്ന കരിയില പോലെ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തോടു കൂടിയ അമ്പായിക്കൊണ്ട് ഒറ്റ കുതിപ്പിന് നമുക്ക് വിജയത്തിലെത്തിച്ചേരാം. അല്ലെങ്കിൽ തുഴയില്ലാതെ കടലിൽ അലയുന്ന തോണി പോലെ പാറി നടക്കാം. ജീവിതം നമ്മുടെ, തീരുമാനം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. ലക്ഷ്യമെന്ന പങ്കായത്തോടു കൂടി സ്വതന്ത്രമായി സ്വസ്ഥമായി നിങ്ങൾക്ക് എത്തിച്ചേരാം. നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ജീവിതം. ഓം ശാന്തി.